ജമുന പിയാരി എന്ന ഒറ്റ സിനിമയിലൂടെ മലയാളത്തിൽ ശ്രദ്ധേയയായ താരമാണ് ഗായത്രി സുരേഷ്. ട്രോളുകൾ കൊണ്ടാണ് താരം പെട്ടെന്ന് വൈറലായത്. പ്രണവ് മോഹൻലാലിനെ കുറിച്ചുള്ള പരാമർശം ചേർത്ത ട്രോളുകളാണ് അധികവും. ട്രോളുകൾ സ്വയം തിരുത്താൻ തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് നടി ഗായത്രി സുരേഷ് പറഞ്ഞിരുന്നു. കാര്യങ്ങൾ തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്പം കൺട്രോൾ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല. അതേസമയം പറയുന്ന കാര്യങ്ങൾ ജെനുവിൻ ആകണമെന്നും അതിലൊരു സന്തുലനം പാലിക്കണമെന്നും കരുതുന്നുവെന്നും നടി പറഞ്ഞു. ട്രോളുകൾ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു. ട്രോൾ ചെയ്തിട്ടെങ്കിലും ഈ കുട്ടി നന്നാകട്ടെ എന്ന തോന്നലായിരിക്കാം ആളുകൾക്ക്. എന്തായാലും ട്രോളന്മാർക്ക് നന്ദി. കാരണം ആ ട്രോളുകളാണ് തന്നെ പാകപ്പെടുത്തിയത്. ആദ്യമൊക്കെ ട്രോൾ ചെയ്യുമ്പോൾ വലിയ വിഷമമായിരുന്നു. നമ്മൾ വലിയ എന്തോ സംഭവമാണെന്ന് കരുതിയിരിക്കുമ്പോൾ അതല്ലെന്ന് ആളുകൾ പറയുന്നു. അങ്ങനെ കാണിച്ചു തരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ അങ്ങനെയല്ല. അത്തരം ട്രോളുകൾ സ്വീകരിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നോക്കും. ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ ഗായത്രിയുടെ ഫോണിൻ്റെ വാൾപേപ്പർ ഗായത്രിയും പ്രണവുമായിരുന്നെന്നും ഇടയ്ക്കിടെ അത് ഗായത്രി നോക്കാറുണ്ടെന്നും മാനസ പറഞ്ഞു. ഇപ്പോഴും ഇത് തന്നെയാണോ ഗായത്രിയുടെ വാൾപേപ്പർ എന്ന് അവതാരിക ചോദിച്ചു. അതിന് ഗായത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരിക്കലുമല്ല. പ്രണവിനെ ആസ് ആൻ എലിജിബിൾ ബാച്ചിലർ എന്ന രീതിയിൽ എനിക്കിഷ്ടമാണ്. ഞാൻ വളരെ സിനിമാറ്റിക് ആൻഡ് ഡ്രാമാറ്റിക്കായി പെരുമാറുന്ന ആളാണ്. ഒരു അഭിമുഖത്തിൽ ഞാൻ പ്രണവിനെക്കുറിച്ച് പറഞ്ഞു. പ്രണവിനോട് എനിക്ക് ക്രഷാണെന്ന് പറയുന്നതിന് പകരം എൻ്റെ മനസ്സിൽ ഒരാളെ ഉള്ളൂ, പ്രണവ് മോഹൻലാലാണെന്ന് ഞാൻ പറഞ്ഞു. അത് വലിയ ട്രോളായി മാറി. തുടർന്ന് വന്ന അഭിമുഖങ്ങളിലെല്ലാം എന്നോട് പ്രണവിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടായി. ഇതിനെക്കുറിച്ച് ഞാൻ തുടർന്ന് മറുപടി നൽകിക്കൊണ്ടേയിരുന്നു. എന്നാൽ പിന്നീടാണ് തിരിച്ചറിവുണ്ടായത്. ഞാനിപ്പോൾ എൻ്റെ ജീവിതവുമായി മുൻപോട്ട് പോകുന്നു. എനിക്കിപ്പോഴും പ്രണവിനോട് സ്നേഹമാണ്. വ്യക്തി എന്ന നിലയിൽ ആരാധനയുണ്ട്. പ്രണവിനെ ഒരു തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വലിയ താരങ്ങളുടെയും സംവിധായകരുടെയും ഒപ്പം വർക്ക് ചെയ്യണം, എല്ലാ റോളുകളും ചെയ്യണം, നല്ല ഭക്ഷണം കഴിക്കണം, വാഹനം ഓടിക്കണം, ഹോട്ടലുകളിൽ താമസിക്കണം എന്നിങ്ങനെ സാധാരണ മനുഷ്യനാഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. ആഗ്രഹങ്ങൾ വെട്ടിപ്പിടിക്കലാവരുത്. ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കണമെന്നും ഗായത്രി സുരേഷ് കൂട്ടിച്ചേർത്തു.